നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ഫ്യൂച്ചർ ഉണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് വെച്ച് നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. ചില കാർഡുകൾ വീഴുമ്പോ ഒരുമിച്ചാണ് വീഴുക ഭഗവാനെ, എന്ന് വെച്ചാല് കണക്റ്റഡ് കാർഡുകളായിരിക്കും. ഇവിടെ 3 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ നടക്കുന്നത് അത്ര നമ്മൾക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് നടക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാവുമെങ്കിലും കുറച്ച് നാള് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് നടന്നത് നല്ലതിനായിരുന്നു എന്ന ഒരു ചിന്ത നമുക്ക് വരും. അതുകൊണ്ടാണ് നമ്മള് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് അതിനകത്ത് ഇരുന്ന് ഉരുകാതെ അതില് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നത്. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നു, മനസ്സിലായോ? നമ്മൾക്ക് പറ്റില്ല എന്ന് നമ്മളുടെ മനസ്സ് പറയുന്ന, നമ്മളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെന്ന് കയറും. അത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. കാരണം നമുക്കത് വിധിച്ചിട്ടില്ല, അത് നമുക്കറിയാം. നമ്മളെ അവിടെ നിന്ന് മാറ്റി കൊണ്ടുവരാൻ ദൈവം നോക്കിയിട്ടും നമ്മൾ നേരെ ചെന്ന് കയറുന്നതാണ്. അത് ആരുടെ തെറ്റാണ്? നമ്മളുടെ തെറ്റാണ്. അപ്പൊ നമ്മൾ ചെന്ന് കയറിയിട്ട് അത് നമുക്ക് വിധിക്കാത്തത് കൊണ്ട് അത് വളരെ ദുരിതപൂർണമായിരിക്കും. അത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ നമ്മൾ ഇരുന്നിട്ട് ദൈവം നമ്മളെ ദ്രോഹിച്ചു, അവര് നമ്മളെ ദ്രോഹിച്ചു, ഇവര് നമ്മളെ ദ്രോഹിച്ചു, നമ്മൾ തെറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾ അല്ലെങ്കിൽ ആയില്ല എന്ന് നമ്മൾ നടിക്കുന്നു. നമ്മളുടെ കുറ്റങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുതുകത്ത് വെച്ചിട്ട് നമ്മൾ പതുക്കെ മുങ്ങുന്നു. അതുകൊണ്ടാണ് മെഡിറ്റേറ്റ് ചെയ്യണം. ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നത്. രണ്ടാമത്തെ കാർഡ് ഡിസ്ട്രോയർ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഭീകരമായ ഒരു അവസാനം, എന്തോ ഒരു കാര്യത്തിന് അവസാനം വരും. നിങ്ങൾ വളരെയധികം പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ആ ഒരു അവസാനം വരുമ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല, മാറിപ്പോകും. നിങ്ങൾ വേറൊരാളായിട്ട് മാറും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ഉള്ള അവസ്ഥ ഭയങ്കര ടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എനർജി ക്ലെൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 3 കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓൾറൈറ്റ്, നമുക്ക് ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എന്താണെന്ന് നോക്കാം. ചില സമയത്ത് നമുക്ക് ഒരാളെ ഇഷ്ടമാണ്, പക്ഷെ അയാള് നമ്മളോടൊരു റിലേഷൻഷിപ്പ് തുടങ്ങിയെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് എത്തണമെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മളുടെ വീട്ടുകാരോടെല്ലാം പറഞ്ഞ് ആ വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ ട്രാപ്പ് ചെയ്യുന്നു. ആ വ്യക്തിക്ക് ഇമോഷണൽ ആയിട്ട് ആ വ്യക്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. നമ്മളുടെ വീട്ടുകാരെ അവരെ വിളിച്ചിട്ട് എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അതുപോലെ പേടിപ്പിക്കുന്നു. അവസാനം ആ വ്യക്തി നമ്മളെ വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു നിർബന്ധിതയോ ആയി മാറുകയാണ്. പക്ഷെ അത് വിവാഹത്തിലേക്ക് എത്തണം എന്നില്ല, മനസ്സിലായോ? അവിടെയാണ് യോഗങ്ങൾ കിടക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയാണ് എന്റെ മനസ്സിൽ വരുന്നത്. നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് ഓവറോൾ അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്, അങ്ങനെ ഒരു മെസ്സേജ് ആണ് എനിക്ക് വരുന്നത്. ഭഗവാനെ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി? എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി? അതാണ് നമ്മൾ നോക്കുന്നത്. മൂവ്മെന്റ്. ഒരാൾ മുമ്പോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്നു, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കണം, എത്രയും പെട്ടെന്ന് നമ്മളുടെ വിവാഹം നടത്തണം എന്നൊരാള് വളരെയധികം ഷാഠ്യം പിടിച്ച് നിർബന്ധിച്ച് ഒരാളെ വലിച്ച് ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ് കേട്ടോ. അപ്പോ ഇത് വളരെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. കരച്ചില്, ബഹളം, ശാപം, പ്രാക്ക്, ഇതൊക്കെ പേടിപ്പിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയും, ഇതാകെ ബഹളമാണ്, ഇതൊരു പ്രശ്നത്തിലേക്ക് പോകും നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പൊ വളരെ ഷാഠ്യത്തോടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരാള്
ഇഷ്ടമില്ലാത്ത ഒരാളെ വലിച്ച് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത് ക്യാൻസർ. ഇനി നമുക്ക് ക്യാൻസർ സോഡിയാക് സൈൻ ആവണം എന്നില്ല നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോ, കേട്ടോ. എന്തായാലും ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ ക്യാൻസർ ആണ്. അപ്പൊ ആരോ ക്യാൻസർ സോഡിയാക് സൈൻ ഉള്ള ആരോ ഒരാള് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് വീഡിയോ. അപ്പോ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? വിവാഹത്തിലേക്ക് പോകാൻ നിൽക്കുന്നു, വിവാഹത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അപ്പൊ ഒരാൾക്ക് മാനസികമായ ഒരാൾ പ്രിപ്പയർഡ് അല്ല, മറ്റേ ആള് വളരെ സന്തോഷത്തിലാണ്. കാരണം മറ്റേ ആൾക്ക് ഈ വിവാഹം നടക്കണമെന്നുണ്ട്, ഒരാൾക്ക് വിവാഹം നടക്കണമെന്നില്ല. അപ്പൊ വിവാഹത്തിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാം വിളിച്ചു പറയലും എല്ലാം കഴിഞ്ഞിട്ട് വിവാഹമാകാൻ പോകുന്നു. പക്ഷെ ഒരാള് മാത്രം ഇതിനകത്ത് ഒരു ആക്ഷനും എടുക്കുന്നില്ല, കേട്ടോ. കാരണം ഈ വ്യക്തി, ഈ ഒരാള് ഇത് വേണോ വേണ്ടയോ, ഈ വിവാഹം വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ വളരെയധികം വ്യത്യാസം, ജാതി വ്യത്യാസം ഉണ്ടാവും, മതം വ്യത്യാസം ഉണ്ടാവും, സ്റ്റേറ്റസിൽ വ്യത്യാസം ഉണ്ടാവാം, പല കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ഇവിടെ നിങ്ങളുടെ വീട്ടുകാരാണോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവരുടെ വീട്ടുകാർ, ഇത് നിങ്ങളുടെ എനർജി ആവാം, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആവാം, കേട്ടോ. അപ്പോ ഇവിടെ ഒരാളുടെ ഫാമിലി കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ വ്യക്തിയെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാല് ഈ വ്യക്തി നല്ല ഒരു എന്താ പറയാ ഗുണം കൊണ്ടുവരും നിങ്ങളുടെ ഫാമിലിക്ക് എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ട് നിങ്ങളുടെ ഫാമിലി നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ട്, നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ. എന്തായാലും ഒരു ഫാമിലി എൻകറേജ് ചെയ്യുമ്പോൾ മറ്റേ ഫാമിലിക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയേയില്ലായിരിക്കും, ഇയാള് പറഞ്ഞിട്ടേ ഇല്ലായിരിക്കും ഇവരുടെ ഫാമിലിയോട് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോലും ഇന്നെങ്ങനെ എനിക്കൊരാളെ ഇഷ്ടമാണെന്ന്. അപ്പൊ എന്തോ ഒരു ഒളിച്ചു കളി ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരാൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഓരോ ആക്ഷനും എടുക്കുന്നില്ല, അല്ല വീട്ടിൽ പറഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഇയാള് മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടില്ല ഈ വിവാഹം നടക്കണോ വേണ്ടയോ എന്ന്. അതുകൊണ്ടാണ് ഇയാൾ ഒരു ആക്ഷനും എടുക്കാതെ വെറുതെ ഇരിക്കുന്നത്. പക്ഷെ മറ്റേ സൈഡിൽ ഇത് കല്യാണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തു. ചിലപ്പോൾ ഇതൊരു രജിസ്റ്റർ മാരേജ് ആവാനും വഴിയുണ്ട്. എന്തായാലും എന്താണ് ശരിക്കും ഇവർക്ക്, ഈ വിവാഹം ആഗ്രഹിക്കാത്ത ആൾക്ക് എന്താണ് റിലേഷൻഷിപ്പ് എന്ന് വേണ്ടത്, എന്താണ് ഉദ്ദേശം? ഇവിടെ വെർഗോ പൈസസ് സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തി വേറെ ആരെയോ സ്നേഹിക്കുന്നുണ്ട്, വേറെ ആരോ ഈ വ്യക്തി ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവിടെ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ വ്യക്തി, നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഈ ഒരു ബന്ധത്തിലേക്ക് വന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയില്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ വിവാഹം നടക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ആൾക്ക് ഈ കാര്യം അറിയാം, എന്നാലും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. അതുകൊണ്ടാണ് ടോക്സിസിറ്റി നമ്മളുടെ ഓറക്കൽ മെസ്സേജിൽ കണ്ടത്. ഇവിടെ ഈ വ്യക്തി വളരെയധികം ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് വിവാഹം കഴിക്കാമെന്ന്. വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് നിങ്ങളോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെയോ വലിച്ച് പുറത്തിട്ടിട്ട് കല്യാണം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് വലിയ പണിയാവും. ഇത് വെർഗോ പൈസസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ സീക്രട്ടീവ് ആയിട്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നടത്താൻ പോകുന്നത് ഈ വിവാഹം. അപ്പോ ഈ വ്യക്തിക്ക് മറ്റൊരാളുമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കാണോ അറിയില്ല, എനിക്ക് എങ്ങനെയാന്ന് വെച്ചെടുക്കുക. എന്തായാലും വേറൊരാളുമായിട്ട് വാക്ക് പറഞ്ഞിരിക്കുന്ന ഒരാള്, അയാളാണ് ഈ വിവാഹത്തിന് ഹാപ്പി അല്ലാത്തത്, സമ്മതിക്കാതെ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി വേറെ ആർക്കോ വാക്ക് കൊടുത്തിട്ടുണ്ട്, വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, അല്ലേ? അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പണി കിട്ടേണ്ട ഒരാള് തന്നെയാണ്, അല്ലെ? ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് അയാളെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് മോഹം കൊടുത്തിട്ട് സൈഡിൽ കൂടെ വേറൊരു ആളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുമ്പോ എന്താ നമ്മൾ പറയേണ്ടത്? അത് ശരിക്കും വിധി ഒരു പണി കൊടുത്തതാണ് ഈ വ്യക്തിക്ക്, ഇത് ആരായാലും. അപ്പോ ഇത് വളരെ സീക്രട്ടീവ് ആയിരിക്കുന്ന കാര്യമാണ്. ഇതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തതെന്നാണ് പറയുന്നത്. കഷ്ടം. വെർഗോ പൈസസ് ആണ് വന്നിരിക്കുന്നത്. വെർഗോ പൈസസ് ക്യാൻസർ. ഈ വ്യക്തി നിങ്ങളോട്, അല്ലെങ്കിൽ ഈ വ്യക്തി, ഞാനിത് വ്യക്തിയായിട്ട് തന്നെ എടുക്കുന്നത്, നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പണി വരുന്നുണ്ട്.
ഈ വ്യക്തി നിങ്ങളോട് ഈ കാര്യം സത്യം എപ്പോഴെങ്കിലും തുറന്ന് പറയുമോ? ഇതുകൊണ്ടാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ വന്നത് യെസ് കാർഡ് വന്നിട്ടുണ്ട്. രണ്ടും യെസ് കാർഡാ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഈ വ്യക്തി എന്തോ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒളിച്ചോടും. മനസ്സിലായോ? വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് ഒളിച്ചോടും. കാരണം വ്യക്തിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വ്യക്തിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ വ്യക്തി. അങ്ങനെയാണെങ്കിൽ മറ്റേയാൾക്ക് വാക്ക് കൊടുത്തത് അവരോട് പറഞ്ഞേനെ, എനിക്ക് ഇനി നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, എനിക്ക് പുതിയൊരാളായിട്ട് ഇഷ്ടമാണ്, സോറി എന്ന് പറഞ്ഞേനെ. പക്ഷെ പറയുന്നില്ല. ആ വ്യക്തി അതിപ്പോഴും സ്ട്രോങ് ആയിട്ട് അവിടെ തുടരുകയാണ്. ആ എനർജിയെ വിവാഹം കഴിക്കാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഇത് തുറന്ന് പറയുമെന്നാണ് പറയുന്നത്. പക്ഷെ എങ്ങനെയാ പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോ ഇല്ല, ഈ വ്യക്തി ഒളിച്ചോടും. ഇവിടുന്ന് ഒളിച്ചോടി കഴിഞ്ഞ് ഈ വ്യക്തിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ചു പറയും. ഇപ്പൊ എത്രയും പെട്ടെന്ന് ഈ വ്യക്തി ഇവിടെ നിന്ന് മുങ്ങും. നിങ്ങളെ വിവാഹം എപ്പോഴത്തേക്കാണ് ബുക്ക് ചെയ്തേക്കുന്ന, ഫിക്സ് ചെയ്തേക്കുന്ന അറിയില്ല. എന്തായാലും ഈ വ്യക്തി ഒരു 3 മാസം 8 മാസം അതിനുള്ളിൽ ഈ വ്യക്തി ഇവിടെ നിന്ന് മുങ്ങുമെന്നാണ് പറയുന്നത്. മുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളോട് വിളിച്ചു പറയും, ഇങ്ങനെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റാതിരുന്നത്, ഇങ്ങനെ ഞാൻ വേറൊരാളുമായിട്ട് സ്നേഹത്തിലാണ്, അയാളെ ഞാൻ, അപ്പോഴേക്കും ഈ വ്യക്തിയുടെ വിവാഹം കഴിയുകയും ചെയ്യും. അപ്പൊ ആ സൈഡിൽ അവിടെ നിന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വ്യക്തി വിളിച്ചിട്ട് നിങ്ങളോട് കാര്യം പറയുകയുള്ളൂ. ഇവിടെ ആരാണ് കള്ളത്തരം കാണിക്കുന്നത്? അല്ലെ? 2 ജീവിതങ്ങളാണ് ഈ വ്യക്തി നശിപ്പിക്കാൻ പോകുന്നത് എന്തായാലും. അപ്പൊ ഇതാണ് വ്യക്തി പറയുമെന്നാണ് പറയുന്നത് നിങ്ങളോട്, കേട്ടോ. അത് ഈ വ്യക്തി അവിടെ ചെന്ന് ആ എനർജിയെ വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമേ ഈ വ്യക്തി നിങ്ങളെ വിളിച്ച് ഇനി സംസാരിക്കുകയുള്ളൂ. അപ്പൊ ഇതിപ്പോ തൽക്കാലം ഈ വ്യക്തി പോയിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ചിലപ്പോ ഇത് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. മനസ്സിലായി? നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കാം ഈ വ്യക്തിയെ കല്യാണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ വ്യക്തി ഒഴിയുന്നുമില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി ഇവിടെ. വലിയൊരു ട്രാജഡിയാണ്. പക്ഷെ അതിനിടയിലുള്ള കോമഡി എന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് വാ തുറന്ന് പറയാം, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഈ വ്യക്തി പറയുന്നില്ല. അപ്പൊ ഇവിടെ വേറെ എന്തൊക്കെയോ ദുരുദ്ദേശം ഉണ്ട് ഈ വ്യക്തിക്ക്. എന്തായാലും നിങ്ങളെ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഈ വ്യക്തി ഇവിടുന്ന് മുങ്ങി അവിടെ പോയി കല്യാണം കഴിച്ചിട്ട് പിന്നീട് നിങ്ങളെ വിളിച്ചു പറയുള്ളൂ. വലിയൊരു ചതിയാണ് ഇവിടെ നടക്കുന്നത്. ഓൾറൈറ്റ്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. വെർഗോ പൈസീസ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ആണ്. ക്യാൻസർ ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടോക്സിക് ആണ്, മെഡിറ്റേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞത്. ഇതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടും, വലിയൊരു നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ അതോടുകൂടെ നിങ്ങൾ ആളാകെ മാറുമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.